Meet the editors. അടിമുടി മാറ്റുമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, 1924 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക സെഷൻ ഗാന്ധിജി പങ്കെടുക്കാനെത്തുമ്പോൾ സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫാസ്റ്റിംഗ് വേദിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. അന്ന് 2 ദിവസത്തെ പരിപാടികളായിരുന്നു, 26ഉം 27ഉം. പക്ഷേ നിർഭാഗ്യവശാൽ മൻമോഹൻ സിംഗിൻ്റെ മരണം കൊണ്ട് 27ാമത്തെ റാലിയും പ്രതിമാനാച്ഛാദനവും ഒന്നും നടന്നില്ല. അതുകൊണ്ട് ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുള്ള റാലി, ജയ് ഭീം, ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ, അതൊന്നും നടക്കാതെ പോയി. പക്ഷേ എങ്കിലും ആദ്യത്തെ ദിവസം നടന്ന അവിടുത്തെ ചർച്ചകൾ, പ്രമേയ അവതരണങ്ങൾ, ഒപ്പം CWC പങ്കുവച്ച ആശയങ്ങൾ, ഇതെല്ലാം അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നുവെന്ന സൂചനയാണോ നൽകുന്നത്? നിശ്ചയമായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബെളഗാവിയിൽ ഇന്നലെ നടന്ന സമ്മേളനം, ആ സമ്മേളനത്തിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രമേയങ്ങൾ, മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം, ഇതൊക്കെ തന്നെയും സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വയം പരിവർത്തനത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. നോക്കൂ, നമുക്കറിയാമല്ലോ 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. അതിനുശേഷം 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിൽ ഭൂരിഭാഗം സമയവും ഇന്ത്യ ഭരിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ഒരു മികച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന അഭിപ്രായമുള്ള ആളുമല്ല ഞാൻ. എന്ന് മാത്രവുമല്ല, ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എന്ന വിലയിരുത്തലാണ് ആ പാർട്ടിയെ സംബന്ധിച്ച് എനിക്കുള്ളത്. കാരണം 55 വർഷം ആ പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൊറാർജി ദേശായി, പിന്നീട് VP സിംഗ്, ചന്ദ്രശേഖർ, അത് കഴിയുമ്പോൾ ദേവഗൗഡ, ഗുജറാൾ, ഒടുവിൽ 6 വർഷം നീണ്ടു നിന്ന വാജ്പേയിയുടെ ഭരണം, ഇപ്പോൾ മോഡിയുടെ 10 വർഷത്തെ ഭരണം. ഇതെല്ലാം കൂടി 22 വർഷമേ ഉള്ളൂ. ബാക്കി 55 വർഷവും ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം സൃഷ്ടിച്ചിട്ടുള്ളത്, സാമൂഹിക അസമത്വം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നു മാത്രവുമല്ല, കോൺഗ്രസ് ആരുടെ താല്പര്യമാണ് സ്വാതന്ത്ര്യാനന്തരം സംരക്ഷിച്ചിട്ടുള്ളത്? അത് ദേശീയ മുതലാളിത്തത്തിൻ്റെ താല്പര്യങ്ങളാണ്. അത് ഭൂമിഹാറുകളുടെയും ജമീന്ദാർമാരുടെയും ലാൻഡ് ലോഡ്സിൻ്റെയും താല്പര്യങ്ങളാണ്. അവർ സവർണ്ണ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നയങ്ങളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒരർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളോട്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വർഗ്ഗങ്ങളോടൊക്കെ എന്തായിരുന്നു? അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇൻക്ലൂസീവ് ആയിരുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ഔദാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കോൺഗ്രസ് ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് വലിയ റോൾ വഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് മാത്രവുമല്ല, ഭരണഘടനയെ പല തവണ ദുരുപയോഗം ചെയ്തിട്ടുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ എന്താ സംശയം? ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന വകുപ്പ് ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി കേരളത്തിൻ്റെ ജനാധിപത്യമാണ്. 1959 EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാരാണ് 356 വകുപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് എത്രയോ തവണ ആ വകുപ്പ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഭരണഘടനയുടെ എമർജൻസി എന്ന വകുപ്പെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയമായി ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കോൺഗ്രസിനെ കാണുന്നത്, ആദ്യം സൂചിപ്പിച്ചതുപോലെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് ഉത്തമമായി ബോധ്യപ്പെട്ടുകൊണ്ട് ആ പാർട്ടിയെ സ്വയം നവീകരിക്കാൻ അവർ തയ്യാറാകുന്നു. ഇന്ന് ഈ രാജ്യം കടന്നു പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം അവർ കമ്പൈൻ ചെയ്തെടുത്തിരിക്കുന്നു, കോയിൻ ചെയ്തെടുത്തിരിക്കുന്നു. അത് ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്നുള്ളതാണ്. ബാപ്പു എന്നാൽ നമുക്കറിയുന്നത് പോലെ മഹാത്മാഗാന്ധി, ജയ് ഭീം എന്ന് പറയുമ്പോൾ ഭീമറാവു അംബേദ്കറിനെ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ മഹാത്മാഗാന്ധിയും അംബേദ്കറിനെയും മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം സംവിധാൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ, ഭരണഘടനയും മുന്നോട്ട് വയ്ക്കുന്നു. അത് വളരെ സവിശേഷമായൊരു കോയിനിങ് ആണ്, ഒരു കോമ്പിനേഷനാണ്. ഇന്ന് ഈ രാജ്യം കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ആശയത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പുരോഗമനപരമായിട്ട് ഞാൻ കാണുന്നു. ആ മാറ്റത്തെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആയിട്ടാണ്. നമ്മൾ അവരെ വലതുപക്ഷം എന്നാണല്ലോ വിളിക്കുക. ഇപ്പോൾ കേരളത്തിൽ വലതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വലതുപക്ഷം എന്ന് പറയുന്നത് എന്താണ്? വലതുപക്ഷം ഒരു പിന്തിരിപ്പനായ ആശയമാണ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ ഈ രാജ്യം എത്തി നിൽക്കുന്നത് ഫാർ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. എന്താണ് ഈ ഫാർ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? ലോകത്തെവിടെയും തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് വംശീയതയാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, രക്തശുദ്ധിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ സംഘടിപ്പിക്കുക,
പ്രചരിപ്പിക്കുകയും അതിനെതിരായി നിൽക്കുന്ന മനുഷ്യരെ ഇല്ലായ്മയും ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഈ വലതുപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു വലതുപക്ഷ തീവ്രവാദ ദേശീയതയിലേക്ക് രാജ്യം പോകുന്നൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് പ്രധാനമായും 2014 മുതൽ ഇങ്ങോട്ടാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിലേക്ക് വരുന്നത് മുതലാണ് വളരെ അഗ്രസീവായിട്ട് ഹിന്ദുത്വ ദേശീയത അവതരിപ്പിക്കാൻ BJP ശ്രമിച്ചിട്ടുള്ളത്, സംഘപരിവാർ ശ്രമിച്ചിട്ടുള്ളത്. 1925 RSS രൂപപ്പെടുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSS, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നതിനെ RSS വിഭാവന ചെയ്തിട്ടുള്ളത് ഹിന്ദുത്വ ഇന്ത്യയാണ്, ഹിന്ദുത്വ ദേശീയതയാണ്. ആ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. മറിച്ച് അത് ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും തുല്യത അവകാശപ്പെടാൻ കഴിയുന്നൊരു സാമൂഹ്യ സമത്വാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ വിഭാവന ചെയ്തിരുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ RSS തയ്യാറായിരുന്നില്ല. RSS ഇപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഹിന്ദുത്വ ദേശീയതയാണ്. അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗവുമായിരുന്നില്ല. കാരണം ആ സമരത്തിലൂടെ നേടിയെടുക്കാൻ പോകുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് RSS വിഭാവന ചെയ്തിട്ടുള്ളൊരു രാഷ്ട്രമല്ല. പക്ഷേ കഴിഞ്ഞ 100 വർഷമായി അവർ ആ ആശയം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഏതാണ്ട് 2014 എത്തുമ്പോൾ ആ ആശയത്തെ നടപ്പാക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഭൂരിപക്ഷം അവർ ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് RSSൻ്റെ അജണ്ടകൾ അതിശക്തമായി നടപ്പാക്കുന്നതിൽ മോഡി ഒരു വിജയവുമായിരുന്നു എന്ന കാര്യവും നമ്മൾ മറക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിൽ സംഭവിക്കുമ്പോൾ മുന്നോട്ട് വെക്കേണ്ട യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? ബദലിൻ്റെ രാഷ്ട്രീയം എന്താണ്? അത് പിന്നോക്കക്കാരായ മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള അധസ്ഥിത വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കനത്ത ഒരു പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുന്ന സമയത്താണ് 1924 മഹാത്മാഗാന്ധി അധ്യക്ഷനായിക്കൊണ്ട് ബെളഗാവിയിൽ ഒരു സമ്മേളനം കോൺഗ്രസ് വിളിച്ചു കൂട്ടുന്നത്. അന്നത്തെ സ്ഥിതി എന്താ? അന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് രാജ്യത്ത് മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സമയമാണ്. ഈ ചൗരാചൗരി സംഭവം അടക്കം 22 എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതല്ലേ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധി ആഹ്വാനം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഉത്തർപ്രദേശിലെ ചൗരാചൗരിയിൽ സംഭവിച്ചത്? അവിടെ ഈ പറയുന്ന ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷന് തീയിട്ടു. അവിടുത്തെ പ്രക്ഷോഭകാരികൾ, ഇന്ത്യൻ പ്രക്ഷോഭകാരികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഏതാണ്ട് 25 പോലീസുകാരാണ് അവിടെ മരിച്ചത്. അത് വലിയ തിരിച്ചടിയായിരുന്നു ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ആ മൂവ്മെൻറ്റ് നിർത്തിവെച്ചു. അതിനുശേഷമാണ് പിന്നീട് ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ അദ്ദേഹം വരികയും പാർട്ടിയെ അഹിംസയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, റിലീജിയസ് ഹാർമണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം ആ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇന്നും ഇന്ത്യ കടന്നു പോകുന്നൊരു രാഷ്ട്രീയ സാഹചര്യം അതുതന്നെയാണ്. 100 വർഷങ്ങൾക്കിപ്പുറം രാജ്യത്ത് ഈ പറയുന്ന റിലീജിയസ് ഹാർമണി എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ എത്തനിക് പോരാട്ടങ്ങൾ, അല്ലേ, വംശീയ പോരാട്ടങ്ങൾ മണിപ്പൂരിൽ നടക്കുന്നു. രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും പല തരത്തിൽ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിലേർപ്പെടുന്നു. ഗോവധം, അതിൻ്റെ പേരിൽ ആളുകൾ ആക്രമിക്കപ്പെടുന്നു. അതേപോലെ തന്നെ പലതരത്തിൽ രാജ്യത്തെ പുരോഗമനപരമായി നയിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ 100 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത്തരത്തിലൊരു ഡെമോക്രാറ്റിക്കായ മൂവ്മെൻറ്റ് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് കോൺഗ്രസ് മുൻകൈയെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട്. അത് അങ്ങേയറ്റം പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനോടൊപ്പം അംബേദ്കറെ കൂടി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ നയം മാറ്റുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സവർണ ഹിന്ദു സ്വഭാവത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിൽ കോൺഗ്രസിലുള്ളവർക്ക് പോലും സംശയമില്ല. അതിൻ്റെ നയങ്ങളെ തീരുമാനിക്കുന്നതിനകത്ത് സവർണ ഹിന്ദു വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സവർണ വിഭാഗങ്ങൾ തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് രാജ്യത്തെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. അധസ്ഥിതരായ ജനവിഭാഗങ്ങൾ അവകാശബോധമുള്ള ജനവിഭാഗങ്ങളായി മാറിയിരിക്കുന്നു. അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തീരുമാനിക്കാൻ പോകുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. ആ വിഭാഗത്തെ മനസ്സിലാക്കുകയും അവരുടെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഹിന്ദുത്വ ദേശീയതയ്ക്കെതിരായൊരു പ്രതിരോധം കെട്ടിപ്പടുക്കേണ്ടത് എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുരോഗമനപരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗാന്ധിയെയും അംബേദ്കറിനെയും ഒന്നിച്ചു ചേർക്കുന്ന ഈ മുദ്രാവാക്യത്തെ ഏറ്റവും പ്രോഗ്രസീവായിട്ട് കാണുന്നത്. അതൊരു പുതിയ രാഷ്ട്രീയ ആശയമാണ്. ഒപ്പം തന്നെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്ന ആ ആശയത്തിലേക്ക് കൂടി കോൺഗ്രസ് വരുമ്പോൾ നിശ്ചയമായും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, തീവ്ര സ്വഭാവം ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ദേശീയവാദികൾക്കെതിരായിട്ട് രാജ്യത്തൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയണം. അങ്ങനെ കോൺഗ്രസിലാണ് ആ പ്രതീക്ഷ എനിക്കുള്ളത്. കാരണം ഒരു ദേശീയ പാർട്ടി എന്നുള്ളതിലേക്ക് കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷി. അവർ സ്വയം ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്നെങ്കിൽ നിശ്ചയമായും നല്ലതാണ്. ഈ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് കൂടി അവർ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അടുത്ത വർഷം ആകപ്പാടെ 2 തെരഞ്ഞെടുപ്പിലേ നടക്കാനുള്ളൂ, ഡൽഹിയിലും ബീഹാറിലും. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തൊരു വർഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ആ പാർട്ടിയെ ഓർഗനൈസേഷണലി ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ BJP പോലൊരു നല്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധിക്കണമെങ്കിൽ അതിശക്തമായൊരു സംഘടനാ സംവിധാനം ആവശ്യമാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോൾ ഗുജറാത്തിലാണ് ACC സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൽ ചേരാനാണ് അവർ ആലോചിക്കുന്നത്. അതിന് അനുവാദം കിട്ടുമോ എന്നറിയില്ല. എങ്കിൽ കൂടിയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനമായ അവിടെ പോയി നിന്നുകൊണ്ട് പോർബന്തറിൽ, മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൽ നിന്നുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന റാലി അവസാനിക്കാൻ പോകുന്നത് ജനുവരി 26 മഹു എന്ന്
പറയുന്ന സ്ഥലത്താണ്. മഹുവിൻ്റെ പ്രത്യേകത എന്താ? അംബേദ്കറിൻ്റെ ജന്മസ്ഥലമാണ് മഹു. അപ്പം ഗാന്ധിയെയും അംബേദ്കറിനെയും കോയിൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദയാത്രകൾ അവർ ആസൂത്രണം ചെയ്യുന്നു. അത് ഈ പറയുന്ന ന്യായ യാത്ര പോലെയോ ഭാരത് ജോഡോ യാത്ര പോലെ അല്ല. അത് രാഹുൽ ഗാന്ധി അല്ല നയിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക നേതാക്കൾ നയിക്കുന്ന റാലികൾ, എല്ലാ ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന പദയാത്രകൾ, എല്ലാ ടൗൺഷിപ്പുകളിലൂടെയും സഞ്ചരിക്കുന്ന പദയാത്രകൾ, ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വിഭാവന ചെയ്യുന്നത്. അപ്പം ഓർഗനൈസേഷനലി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്ന ഏറ്റവും മനോഹരമായ ബദലാശയത്തെ, രാഷ്ട്രീയ ആശയത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് തന്നെ ഇതൊരു അടിമുടി മാറ്റമാണ്. ആ മാറ്റം പ്രോഗ്രസീവാണ്. അത് ഈ രാഷ്ട്രീയ സാഹചര്യം ആവശ്യപ്പെടുന്ന മാറ്റമാണ്. അതിന് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രതിരോധമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ബൽഗാവിയിൽ പുതുവർഷത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പുതുഭാവുകത്വമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അടിമുടി മാറ്റമാണോ സ്മൃതി വരാൻ പോകും? അടിമുടി മാറ്റം ആണ് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. അടിമുടി മാറട്ടെ. അങ്ങനെ മാറുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കാരണം ഇതിപ്പോൾ 1924 ഗാന്ധി അധ്യക്ഷനായ സമ്മേളനം, അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് അതേ രീതിയിൽ തന്നെ സമ്മേളനം നടത്തുക എന്നൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. ബലഗാവിൽ അതേപോലെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ആ രൂപത്തിലൊക്കെ അതിൻ്റെ ഒരു പുനരാവിഷ്കാരമൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ആശയം നല്ലതാണ്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് ഭരണഘടന എന്ന് പറയുന്ന ആശയം, അതിൽ ഊന്നിക്കൊണ്ടൊരു യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. കാരണം ഒരു യാത്ര കൊണ്ട് ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നുള്ളത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഭാരത് ജോഡോ യാത്ര അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന് അത് സ്ഥായിയായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. 1925 പിന്നീട് RSS രൂപീകരിക്കുന്നത്. RSSൻ്റെ 100ാം വാർഷികം വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ കോൺഗ്രസ് എങ്ങനെ അതിനെ നേരിടാൻ, RSSൻ്റെ ആശയങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് ഭരണഘടന എന്ന് പറയുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കറിൻ്റെ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ വർത്തമാന കാലത്ത് ഭരണഘടന ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം നടത്തണമെന്നുള്ള കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടിയാണ് ഇപ്പോൾ ഇത് നോക്കൂ, അമിത്ഷാ പാർലമെൻറ്റിൽ നടത്തിയ പ്രതികരണം, ആ പ്രതികരണത്തിന് ശേഷം കോൺഗ്രസ് അതിനോട് പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടികളുണ്ട്, അതിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ടാകണം എന്നതിൽ നിന്നാണ് AICC സമ്മേളനം നടക്കാനിരിക്കെ ഒരു വിശാല സമ്മേളനം ചേരാമെന്നൊരു ആശയത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അമിത്ഷാ നടത്തിയ പ്രതികരണത്തിന് തുടർച്ചയായിട്ടാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ അടിമുടി മാറ്റം എന്ന് പറയുമ്പോൾ 2025 എന്ന് പറയുന്നത് വലിയ തെരഞ്ഞെടുപ്പുകളില്ലാത്ത വർഷമാണ്. ആ ഘട്ടത്തിൽ പാർട്ടിയെ അടിത്തട്ടിൽ തന്നെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ അത് വേഗം ആരായുക. അതേസമയം ഈ പുനഃസംഘടനയ്ക്ക് ഒരു സമയപരിധി നിശ്ചയിക്കുക എന്നൊരു ആശയം കൂടി അവർ കൊണ്ടുവന്നു എന്നുള്ള. സമയപരിധിയാണല്ലോ പ്രശ്നം. സമയപരിധി ഇല്ലാത്ത രീതിയിൽ ഇതിങ്ങനെ പുനഃസംഘടന എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ നേതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ സ്ഥാനം തെറിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലടക്കം പുനഃസംഘടന ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. പാർട്ടിയെ അടിമുടി മാറ്റുക, താഴെ തലം തൊട്ട് മേൽത്തട്ട് വരെ എങ്ങനെ പാർട്ടി അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു അടിമുടി പൊളിച്ചെഴുത്തിന് എല്ലാ നേതാക്കളും തയ്യാറാകുമോ? ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആരാണ്, ഞാനാണോ നീയാണോ എന്ന മട്ടിൽ നേതാക്കൾ തർക്കം തുടങ്ങിയിരിക്കുന്നു. പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ പുനഃസംഘടന ആവശ്യമില്ല എന്ന് KC വേണുഗോപാലിന് പറയേണ്ടി വന്നത്. അപ്പോൾ നിർബന്ധിത സാഹചര്യം ഇവിടെ നേതാക്കൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ആ നേതാക്കളെ കൂടി ഇരുത്തിക്കൊണ്ടാണ് ഇനി പുനഃസംഘടന എന്ന ആലോചനയിലേക്ക് പോകും എന്നുള്ള കൃത്യമായ സന്ദേശം ഈ സമ്മേളനം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തക സമിതിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രിയങ്ക ഗാന്ധിയുടെ റോൾ എന്താകും, പ്രിയങ്ക ഗാന്ധി എത്രത്തോളം ഇനി കൂടുതൽ പാർട്ടിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്, ഒരു MP എന്ന നിലയ്ക്ക് പെർഫോം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലപ്പുറം പ്രിയങ്കയുടെ റോൾ എങ്ങനെയാണ്? നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയുടെയൊക്കെ ചുമതലയുണ്ടായിരുന്നു. അതിലപ്പുറം ചുമതലകളിലേക്ക് പ്രിയങ്ക ഗാന്ധി വരണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് ഉയർന്നിട്ടുള്ളതാണ്. ഉദയ്പൂർ സമ്മേളനത്തിൽ, ഉദയ്പൂർ ശിബിരത്തിൽ പല കാര്യങ്ങളും ഇതുപോലെ തീരുമാനിച്ചു. അന്നും ഈ അടിമുടി മാറ്റമൊക്കെ അന്നത്തെ സമ്മേളനത്തിലും ആലോചിച്ചിരുന്നതാണ്. അതിൽ എത്ര കാര്യങ്ങൾ നടപ്പാക്കി എന്നൊരു വിലയിരുത്തൽ കൂടി ഇതിലുണ്ടായിട്ടുണ്ട്. പലതും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് കൂടി പാർട്ടി പോകേണ്ടതുണ്ട്. അതിലപ്പുറം ഇന്ത്യ മുന്നണി, ആ മുന്നണിയിൽ കോൺഗ്രസിന് മറ്റു പാർട്ടികളെ എത്രത്തോളം ചേർത്ത് നിർത്താൻ പറ്റുന്നു എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ മമത ഇടഞ്ഞു നിൽക്കുന്ന മമതയെ എങ്ങനെയാണ് അനുനയിപ്പിക്കുക? അപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം NCP എടുക്കുന്ന നിലപാട്, ലാലു പ്രസാദ് യാദവ് ഇപ്പോഴത്തെടുക്കുന്ന നിലപാട്, മമതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊഴിവാക്കി എങ്ങനെ BJPയെ തോൽപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ ഈ മുന്നണി
ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന് ഒരു വലിയ റോള് വഹിക്കാനുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി പ്രധാനമാണ്. കോൺഗ്രസ് അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് ഭാവിയുള്ളൂ എന്നുള്ള വിഷയം കൂടി അവിടെ നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ പാർട്ടിയില്ല എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പലപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു പെട്ടെന്ന് നേതൃത്വം സജീവമായി അവിടെ എത്തുകയും അടിത്തട്ടിൽ മുതൽ പാർട്ടി ഒന്ന് ഉണർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ പല സ്ഥലത്ത് അത് വിജയിച്ചു. പക്ഷേ ചില കരയിൽ അത് വിജയിച്ചില്ല നമ്മൾ കണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് അവിടെ പാർട്ടി അടിത്തട്ടിലില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പോൾ ഇനി അങ്ങോട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പാർട്ടി ശക്തിപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ നേതാക്കൾ തമ്മിൽ പരസ്പരം ചെളി വാരി എറിയാതെ ഒരു പുതിയ രൂപത്തിലേക്ക് പാർട്ടി ആ പക്വതയോടുകൂടി ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ആ നിലയ്ക്ക് അടിമുടി മാറുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ കോൺഗ്രസ് പോകാൻ അത്ര എളുപ്പമല്ല. നേതാക്കൾ പല രീതിയിൽ പ്രതികരിക്കുന്നവരാണ്. അപ്പോൾ മുഖ്യ ശത്രുവിനെ കണ്ടെത്തി പ്രതിപക്ഷത്തെ ഒന്നാകെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ശക്തി കൂടി കോൺഗ്രസ് ആർജിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് മാറ്റങ്ങളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ അത് ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളത് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കറിൻ്റെ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഗാന്ധിയൻ ആശയങ്ങൾ ഊന്നിക്കൊണ്ട് കോൺഗ്രസിന് മുന്നേറാൻ കഴിയുന്നെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിൽ എത്രത്തോളം അവർ ഐക്യത്തോടെ നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഇത്തരം പ്രതീകാത്മകമായ സമ്മേളനങ്ങൾ രാഷ്ട്രീയത്തിൽ വലിയ പങ്കുവഹിക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു നിരീക്ഷണം. പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന് നമുക്ക് നിശ്ചയമില്ല. ഞാൻ 2 സെഷനുകളെക്കുറിച്ച് പറയാം. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ 1924 അന്നത്തെ ബൽഗാം, ഇന്നത്തെ ബൽഗാവി, അന്നത്തെ ബൽഗാം സെഷനിൽ ഗാന്ധിജി പങ്കെടുക്കുന്ന സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ ചില സമാനതകളുണ്ട്, ചില വ്യത്യാസങ്ങളുമുണ്ട്. സമാനതകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 1924 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെ ഗാന്ധിജി ഒരു നീണ്ട ഫാസ്റ്റിങ്ങിലായിരുന്നു. ആ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം സംഘടനത്തെ തുടർന്ന് രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ആ ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി ഗാന്ധിജി ഫാസ്റ്റിംഗ് കിടന്നതിന് ശേഷമാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. വളരെ കുറച്ചു കാലം മാത്രമേ ആ പദവിയിൽ അദ്ദേഹം ഇരുന്നിട്ടുള്ളൂ. ഒരു വർഷം പൂർണ്ണമായിട്ടും ഇരുന്നിട്ടുമില്ല. അദ്ദേഹം 1924 ഡിസംബർ മുതൽ 1925 ഏപ്രിൽ വരെയോ മറ്റുമാണ്. വളരെ കുറഞ്ഞ കാലമാണ്. ആ സമയത്താണ് ബൽഗാമിലെ സെഷൻ കൂടുന്നത്. ആ ബൽഗാം സെഷനിൽ ഗാന്ധിജി പങ്കെടുക്കുമ്പോൾ ഗാന്ധിജിയുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന്, എങ്ങനെയാണ് ഈ ഹിന്ദുമത മൈത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാവുക. 2, തൻ്റെ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ ഗാന്ധിജി വിശദീകരിക്കുന്നത് ഈ ബൽഗാം സെഷനിലാണ്. ഒന്ന്, നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയത്തെ കൂടുതൽ ആധികാരികമായി അവതരിപ്പിക്കുന്നതിനോടൊപ്പം അതിനെ സ്വരാജുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സ്വരാജിനെക്കുറിച്ചും നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചുമുള്ള കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നത് ഈ മൂവ്മെൻറ്റിലാണ്. ഒപ്പം ഗാന്ധിജി വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബൽഗാം സെഷൻ അത് ഈ കോൺഗ്രസിൻ്റെ സംഘാടകർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വരാൻ പോകുന്ന പദയാത്രയും ജനങ്ങളുമായി സംവദിക്കാനുമുള്ള തീരുമാനമൊക്കെ ഈ പാർട്ടി എടുക്കുന്നത് ആ ആശയത്തിൻ്റെ പുറത്ത്. എന്തെന്ന് വെച്ചാൽ ആ സമ്മേളനത്തിലാണ് ഗാന്ധിജി പറയുന്നത് ഇതൊരു പാർട്ടിയല്ലാതായി മാറുക എന്നൊരാശയം ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊരു മൂവ്മെൻ്റായിട്ട് മാറണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഒരു ആന്തോളനായി മാറുക, ഒരു സാർവജനിക് സമാജമായിട്ട് ഇതിനെ മാറ്റണം. അതിനുവേണ്ടി പാർട്ടിക്കപ്പുറത്തേക്ക് ഈ സംഘടന വളരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമുദായ സംഘടന എന്ന നിലയിലല്ല, ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിലല്ല, ഒരു മൂവ്മെൻറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കുന്നത് ഈ 1924 സെഷനോട് കൂടിയായിരിക്കണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ജോഡോ യാത്രയുടെ സമയത്ത് നമ്മൾ പരീക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് നമുക്കറിയാവുന്നതുപോലെ അന്ന് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഒരുപാട് പുതിയ സാമൂഹ്യ സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നുണ്ട്. NGOs അതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പിന്നീട് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഭാരത് ജോഡോ യാത്ര ഭാഗികമായി വിജയിച്ചു എന്നതാണ് എൻ്റെ നിലപാട്. എന്നാൽ പൂർണ്ണമായും വിജയിച്ചതുമില്ല. കാര്യം അതിനോടൊപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളെ, വിവിധ സംഘടനകളെ, NGOസിനെയൊന്നും ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഉൾച്ചേർക്കാൻ സാധിക്കാതെ പോയി. 1924 ഗാന്ധിജി വിഭാവനം ചെയ്തതും ഒരു രാഷ്ട്രീയ പാർട്ടിക്കപ്പുറത്തേക്ക് ഇന്ത്യൻ ജനതയുടെ സ്പന്ദനം അറിയാൻ കഴിയുന്ന ഒരു മൂവ്മെൻറ്റായി, ഒരു പ്രസ്ഥാനമായിട്ട് മാറാൻ കഴിയുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ വിപ്ലവമായിരുന്നു ആ സാഹചര്യത്തിൽ. പക്ഷേ ഒരു പരിധിക്കപ്പുറം അതിന് സാധിക്കാതെ പോയി. നമുക്കറിയാം 1924 അതിനുശേഷം നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. സൈമൺ കമ്മീഷൻ വരുന്നത്, അതിനുശേഷം 28 അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള സമരപ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത്, 29-30 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സിവിൽ ഡിസൊബീഡിയൻസ് ഉണ്ടാവുന്നത്. ഈ സമയത്താണല്ലോ അദ്ദേഹം ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. ആ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദണ്ഡി യാത്രയാണ്
പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു സംഘടനയ്ക്കുമപ്പുറം ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റിയത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 24-ലെ ബെൽഗാം സെഷൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ദണ്ഡിയാത്രയോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധാരണ ഗ്രാമത്തിലെ മനുഷ്യരിലേക്ക് കടന്നുചെല്ലാൻ കഴിഞ്ഞത്. കാരണം അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം പറയാനുണ്ടായിരുന്നില്ല. നിങ്ങൾ ഹിന്ദു മുസ്ലിം മൈത്രി എന്നൊക്കെ പറയൂ, നോൺ കോപ്പറേഷൻ എന്ന് പറയൂ, സ്വരാജ് എന്ന് പറയൂ, പക്ഷേ ഇതൊന്നും സാധാരണക്കാരെ മനസ്സിനെ അങ്ങോട്ട് തട്ടിയിരുന്നില്ല. അവനെ തട്ടിയത് ഉപ്പ് എന്ന് പറയുന്ന ഒരു വാചകം ഗാന്ധിജി ഇട്ടുകൊടുക്കുന്നതോടുകൂടി ഉപ്പൊരു വലിയ രാഷ്ട്രീയ ബിംബമായി തീരുകയും അങ്ങനെ ദണ്ഡിയാത്രയിലൂടെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുകയുമാണ് ചെയ്തത്. നോക്കൂ, 2024 ബെൽഗാം സെഷൻ വരുമ്പോൾ വളരെ പെട്ടെന്നൊരു മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുകയാണ്. അമിത്ഷാ രാജ്യസഭയിലെ സമാപന സമ്മേളനത്തിൽ അംബേദ്കറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മുദ്രാവാക്യം ഉണ്ടാകുമായിരുന്നോ? എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത് അടിസ്ഥാനമായ ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ മുദ്രാവാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്നാണ് ആ മുദ്രാവാക്യം. ഒരിടത്ത് ഗാന്ധിജിയുടെ ആശയങ്ങളും ഒരിടത്ത് അംബേദ്കറിൻ്റെ ആശയങ്ങളും ഭരണഘടനയുടെ മൂല്യങ്ങളും ഒരുമിച്ചുകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആന്തരികമായി ഇവ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളിൽ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ജാതി സെൻസസുമായി പോകുമ്പോൾ ഗാന്ധി പിണങ്ങും. ഇനി ജാതി സെൻസസിൽ നിന്ന് മാറി നിങ്ങൾ ഭരണഘടനയുടെ തൊട്ട് പോകുന്ന സമയത്ത് ഗാന്ധി പിണങ്ങും. കാര്യം ഗാന്ധി വിഭാവനം ചെയ്ത രാഷ്ട്രീയമേ അല്ല ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ചുകൂടി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണവ്യവസ്ഥയാണ്. അപ്പോൾ ഇത് മൂന്നിനെയും തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളത് വളരെ സൈദ്ധാന്തികവും രാഷ്ട്രീയമായി വളരെ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതീകാത്മകമായ ഒരു ചടങ്ങെന്നതിനും അപ്പുറത്തേക്ക് ഈ ചടങ്ങിന് വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല. പക്ഷേ സംഘടനാപരമായി മാറ്റമുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൽ വലിയ പ്രതീക്ഷ ഞാൻ കാണുന്നുണ്ട്. ഉദയ്പൂർ ചിന്താശിബിരിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഉദയ്പൂർ ചിന്താശിബിരിൽ എന്താ അന്ന് ചിന്താശിബിർ കൂടാനുള്ള കാരണം? G23 എന്ന് പറയുന്നൊരു വിമത വിഭാഗം ശക്തമായി നിൽക്കുന്ന സമയം, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് അധികാരം വാർന്നു പോകുമോ എന്ന് സംശയിച്ചുകൊണ്ട് G23-ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു ചിന്താശിബിരൻ. ആ ചിന്താശിബിരിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു? ഒന്ന് KC വേണുഗോപാൽ പറയുന്നുണ്ട് 7-ൽ 4 നടപ്പിലാക്കി. പക്ഷേ അന്ന് G23 വെട്ടാൻ വേണ്ടിയാണ് അവ കൊണ്ടുവന്നത് പലതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്ന് രാഷ്ട്രീയ ഈ കുടുംബ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ഒരു പ്രസ്താവനയായിരുന്നു. എന്നിട്ട് അതിനകത്തൊരു ഡൈലൂഷൻ കൊണ്ടുവന്നു. സജീവമായ 5 വർഷം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഡൈലൂഷൻസ് നടക്കുന്നുണ്ട്. അതൊന്നുമില്ലാതെ ഒരു സംഘടനാപരമായിട്ടുള്ളൊരു പുനഃക്രമീകരണം നടത്താൻ സഹായിച്ചാൽ ഒരുപക്ഷെ 1924 ബെൽഗാം സെഷൻ കൂടിയെങ്കിലും അതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങുന്നത് 1930-കൾക്ക് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 3-4 വർഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ ജനതയുടെ സ്പന്ദനങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണോ ഗാന്ധിജി 1924 ബെൽഗാമിൽ നടന്ന സെഷനിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മൂവ്മെൻറ്റ്, ഒരു പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്താൻ കഴിയുക എന്ന ശ്രമകരമായൊരു ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് അടിമുടി മാറ്റും. അത് ഏതെങ്കിലും തരത്തിൽ സംഘടനാ നേതൃത്വത്തെ മാറ്റിയത് കൊണ്ടല്ല, പകരം സംഘടനാ സംവിധാനത്തിലെ ആശയങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് കൊണ്ട് വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അന്നത്തെ സ്വദേശി എന്നുള്ളത് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആ സ്വദേശി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഘടകവിരുദ്ധമായ ആ കാലഘട്ടത്തിൽ ആ ആശയം ആവശ്യമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ പട്ടിണിയിൽ നിൽക്കുന്ന സമയത്ത്, വിദേശ നാണ്യത്തിൽ കടം കയറിയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ലിബറലൈസേഷൻ എന്ന പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളെ നമ്മൾ അന്നേ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങൾ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കാലഹരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രതീകാത്മകമായ ഗാന്ധിയെ മുന്നിൽ വയ്ക്കുന്നത് ചില ആശയങ്ങളെങ്കിലും ഗാന്ധിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുമോ? അതിലൊരു പ്രധാനപ്പെട്ട ആശയമായി ഇപ്പോഴും കോൺഗ്രസിനെ പരിശോധിക്കാവുന്നത് അതിനെ ഒരു പ്രസ്ഥാനമാക്കി പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. ആ പ്രസ്ഥാനമായി പരിവർത്തനപ്പെടുത്തേണ്ടതിന് വിവിധ NGOകളുമായിട്ട്, വിവിധ സാമൂഹിക സംഘടനകളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനൊക്കെ വരും വർഷങ്ങളിൽ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടതുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് നടത്തിയ സംഘടനയുടെ പേരാണ് BJP. ആ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിനും അപ്പുറം നടത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പോകാൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഞാൻ ഒരു സെഷനെ കൂടി പറയാം, അത് ആവടി സെഷനാണ്. നമ്മൾ സെഷനെ കുറിച്ച് പറയുമ്പോൾ 1955 ആവടി സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമെടുക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയിലേക്ക് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയത്തെ മാറ്റുന്നത്. പക്ഷേ പിന്നീട് ആ ആശയങ്ങൾ നമുക്ക് കൈവിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷം കൊണ്ടുവരുന്നൊരു വലിയ ഒരു മാറ്റമുണ്ട്. അത് 1956 ശേഷം വരുന്ന പഞ്ചവത്സര പദ്ധതികളാണ്. അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ
നെഹ്റു ക്ഷണിച്ചു വരുത്തുന്നത് ടിറ്റോയാണ്. സോവിയറ്റ് യൂണിയനിൽ പിന്നെ സന്ദർശനം നടത്തുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ 1955 ആവടി സെഷനിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്ര പ്രാധാന്യം ഉള്ള സെഷനുകളിൽ ബൽഗാം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സെഷൻ എന്ന് പറയുന്നത് ആവടി സെഷനാണ്. അപ്പോൾ ആവടി സെഷൻ്റെ മാതൃകയിൽ വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് ആയ ഒരു സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിഭാവനം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സെഷനാണ്. അമിത്ഷാ അങ്ങനെ ഒരു പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ഈ പറയുന്ന നീൽ ഭീം അവിടെ ജയ് ഭീം എന്നുള്ളത് കയറി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം അതിനുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല രണ്ടാമത്തെ സെഷനും റാലിയും നിർഭാഗ്യവശാൽ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു കുഞ്ഞു കാര്യം കൂടി പറയാം. അന്നത്തെ സെഷനിൽ ഈ ഖീംജി റാവു എന്ന് പറയുന്ന ഒരു കരകൗശല വിദഗ്ധൻ ഗാന്ധിജിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹട്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഈ സെഷൻ നടക്കുന്ന സമയത്ത്. അന്ന് ഗാന്ധിജി ആ ഹട്ടിൽ താമസിക്കാൻ, ആ കുടിലിൽ താമസിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഇത് 350 രൂപ കൊടുത്ത് നിർമ്മിച്ച ഹട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വളരെ എക്സ്പെൻസീവായ ഹട്ടാണ്, അതൊരു കൊട്ടാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാനിത് കിടക്കുന്നില്ല, സാധാരണ ഡെലിഗേറ്റ് കിടക്കുന്ന ഒരു കൂടാരത്തിലേ കിടക്കുന്നുള്ളൂ എന്ന് ഗാന്ധിജി അന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് 1924 ഇന്ന് നടന്ന ബൽഗാവി സെഷനും അന്ന് നടന്ന ബൽഗാവി സെഷനും തമ്മിലുള്ള വ്യത്യാസം അതിൽ നിന്ന് പ്രകടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും ചില പ്രതീകാത്മകമായ സമ്മേളനങ്ങൾ രാഷ്ട്രീയത്തിന് ഊർജ്ജം പകരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ബൽഗാവി സെഷനിലൂടെ കോൺഗ്രസ് അടിമുടി മാറുമോ എന്നതാണ് ചോദ്യം. സുജയ? മാറാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാറിയാലേ ഇനി അങ്ങോട്ട് നിലനിൽക്കാൻ പറ്റൂ കോൺഗ്രസ്സിന്. അല്ലാതെ ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ ഛിന്ന ഭിന്നമായി തകർന്ന് താഴെ വീഴുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മഹാരാഷ്ട്ര ഏറ്റവും ഒടുവിൽ കണ്ട പാഠം അതാണ്. അപ്പോൾ രാജ്യത്ത് കോൺഗ്രസ്സിന് നിലയുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ശക്തമായി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മാറ്റം വേണം. അത് സംഘടനാ സംവിധാനത്തിലാണ്. അതിൽ മാറ്റം എന്നതിനേക്കാൾ അഴിച്ചുപണിയാണ് അത്യാവശ്യമായി വേണ്ടത്. അത് ഇപ്പോൾ മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ഡൽഹി, ബീഹാർ, കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര, ഈ ഇത്രയും സ്റ്റേറ്റ്സിനാണ് ആദ്യ ഘട്ടത്തിൽ അഴിച്ചുപണിക്ക് പ്രാമുഖ്യം നൽകുക. ആ രീതിയിലാണ് സംഘടനാ സംവിധാനം അഴിച്ചുപണിയാനായിട്ടുള്ള ആലോചന നടക്കുന്നത്. അപ്പോൾ 2025 ഒരു പുനഃസംഘടനാ വർഷമായിരിക്കും. പ്രത്യേകിച്ചും വലിയ തെരഞ്ഞെടുപ്പുകൾ അധികമില്ലാത്ത ഒരു വർഷം കൂടിയാണ്. അപ്പോൾ പുനഃസംഘടനയിലൂടെ കുറച്ചുകൂടി ശക്തിപ്പെട്ടതിന് ശേഷം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുക. ഇതിൽ നേരത്തെ റെഫർ ചെയ്ത ഉദയ്പൂർ ചിന്തൻ ശിബിർ, ആ ഉദയ്പൂർ ചിന്തൻ ശിബിറിൽ കഴിഞ്ഞ 2022 മെയ് മാസത്തിൽ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ കൃത്യമായി സെഷനുകൾ തിരിച്ച് ഈ ഇപ്പോൾ ബൽഗാവിൽ നടന്ന യോഗത്തേക്കാൾ വളരെ കൃത്യമായിട്ടുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. ആ ആലോചനകൾ പ്രാവർത്തികമാക്കാൻ പക്ഷേ 2 വർഷമായിട്ടും പൂർണ്ണാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് രാജസ്ഥാനിലെ പരിപാടിക്ക് ത്രിദിന നവസങ്കല്പ് എന്നായിരുന്നു പേരിട്ടിരുന്നത്. നവസങ്കല്പ് ചിന്തൻ ശിബിറായിരുന്നു. അപ്പോൾ പുതിയതായ കുറേ ആശയങ്ങൾ വന്നു. ആ ആശയങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രസൻറ്റ് ചെയ്യുന്നു. അതിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിൽ പ്രധാനമായും അവർ എടുത്തു പറഞ്ഞത് ഈ മൃദുഹിന്ദുത്വമാണ്. മൃദുഹിന്ദുത്വം അടക്കമുള്ള വിഷയങ്ങളിൽ കമൽനാഥ് ആയാലും എല്ലാവർക്കും അവരവരുടേതായ, ഛത്തീസ്ഗഡ് ആയാലും മധ്യപ്രദേശ് ആയാലും ഒക്കെ എങ്ങനെയാണ് അവിടെ നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് പാർട്ടി അന്ന് 2022 തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റത്തിൽ തങ്ങളുടെ സംഘടനാ സംവിധാനവും തകർന്നു എന്നുള്ളത് 2022 കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ആ ചിന്തൻ ശിബിറിൻ്റെ ഒരു ഔട്ട്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനെ തകർന്നു കിടക്കുന്ന, അതായത് സാമ്പത്തികമായും സംഘടനാപരമായും തകർന്നു കിടക്കുന്ന ഒരു സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ വിളക്കി ചേർക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനായിട്ടാണ് പിന്നീട് ഭാരത് ജോഡോ യാത്ര 2 ഘട്ടമായി രാഹുൽ ഗാന്ധി നടത്തുന്നത്. പക്ഷേ അതിനൊന്നും ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മറ്റാരും രാഹുൽ ഗാന്ധി എടുത്തതുപോലെയുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അടുത്തതൊരു പുനഃസംഘടനാ വർഷമാണ്, ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്നത് തിരിച്ചറിയുന്നു എന്നതാണ് KCയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ സാമ്പത്തിക നയം, അതുപോലെ തന്നെ സാമൂഹികമായി എങ്ങനെയാണ് ഒരു നല്ല സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ കൂടുതൽ സംഘടനയെ സമൂഹത്തിൽ പടർത്താൻ കഴിയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ നടത്തിയ ആലോചനയിൽ ഉണ്ടാക്കിയ കുറച്ച് തീരുമാനങ്ങളുണ്ട്. അതിലൊന്ന് ഒരാൾക്ക് ഒരു പദവിയാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നതൊരു വിഷയമായി നിൽക്കുകയാണ്. MPയും KPCCയുടെ പ്രസിഡന്റും ഒരാളായിരിക്കുന്നതാണ് K സുധാകരൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. MLAയും അതുപോലെ തന്നെ UDF കൺവീനറുമായ VD സതീശന് അതിലേതെങ്കിലും ഒരു ഒഴിയാൻ കഴിയില്ല. തിരിച്ച് MM ഹസനിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു പദവി, പാർട്ടി പദവിയിൽ പരമാവധി 5 വർഷം, അത് കഴിഞ്ഞ് 3 വർഷത്തെ കൂൾ ടൈം, അതായത് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂൾ ടൈമിലേക്ക് പോകണം. അതിനുശേഷം മാത്രം അടുത്ത ഊഴം. എല്ലാ സംഘടനാ തലങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഇതര വിഭാഗങ്ങൾ, ന്യൂനപക്ഷം എന്നിവർക്ക് 50% പ്രാതിനിധ്യം. അതെങ്ങനെയാണ് ഉറപ്പാക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ചർച്ചകളിലേക്ക്, ഫോളോ അപ്പിലേക്ക് കാര്യമായി കടക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാകാം ഈ ബൽഗാം സമ്മേളനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ 50 വയസ്സിൽ താഴെയുള്ളവർക്ക്, അതായത് യുവനിരയെ ശക്തിപ്പെടുത്തുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും 50+ ആണ്, 52 54 വയസ്സായിട്ടുണ്ടവർക്ക്. 50 വയസ്സിൽ താഴെയുള്ള യുവനിരയെ ശക്തിപ്പെടുത്തുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് കോൺഗ്രസിന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന അവരുടെ മുന്നിലുള്ളൊരു വയബിൾ ഓപ്ഷൻ അതാണ്. അതായത് 60 വയസ്സായ നേതൃനിര, കെ സി വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങി അവരെല്ലാവരും അങ്ങനെ ഒരു 50+ ആയിട്ടുള്ള നല്ലൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ഓൾറെഡി കോൺഗ്രസിന് ശക്തമായി തന്നെയുണ്ട്. എന്നാൽ ബിലോ 50 ഉള്ള ആളുകളെ, നേതാക്കളെ, അവരെ കൂടുതൽ കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യമായ ആലോചനകൾ നടക്കുന്നുണ്ടോ എന്നതും ആലോചിക്കേണ്ടതാണ്. കാരണം രണ്ടാം നിര ശക്തമായാൽ മാത്രമേ ഒന്നാം നിരയ്ക്ക് ഒരു ഇളക്കം തട്ടിയാൽ പോലും അവിടേക്ക് പെട്ടെന്ന് ഇവരെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ളൊരു പുനഃസംഘടനയാണ് ഇപ്പോൾ ഡൽഹി ആയാലും ബീഹാർ ആയാലും കേരളമായാലും ഒക്കെ കോൺഗ്രസിന് വേണ്ടത്. ഈവൻ ത്രിപുരയിൽ പോലും അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിലേക്ക് കൂടുതൽ കൂടിയാലോചനകളിലേക്ക് കടക്കാൻ ഈ ചിന്തന ശിബിറിന് ശേഷം 2 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് ഇൻസൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് കോൺഗ്രസ് ആവിഷ്കരിക്കാൻ പോകുന്ന പുതിയ പദ്ധതി എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളുടെ താല്പര്യം എന്താണ്, പൊതു താല്പര്യം എന്താണ്, ഏതൊക്കെ വിഷയങ്ങളിലാണ് കോൺഗ്രസിൻ്റെതായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെതായ തങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട വിഷയങ്ങൾ, അതായത് പാർട്ടി എടുക്കുന്ന വിഷയമാണോ അവർക്ക് പ്രധാനം എന്നുള്ളത് നമ്മൾ പാർലമെൻറ്റിൽ അടുത്തിടെ കണ്ടതാണ്. സംഭൽ സംസാരിക്കേണ്ട ഇടത്ത് സംഭൽ സംസാരിക്കാതെ ഇരുന്നത് മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയ പ്രശ്നം. അപ്പോൾ പൊതുജന താല്പര്യം, പൊതുഹിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള ഒരു പബ്ലിക് ഇൻസൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകുന്നു. പാർട്ടിയെ പുതുക്കി പണിയുന്നതിനായി ദേശീയ തലത്തിൽ ഒരു പരിശീലന വിഭാഗമടക്കം പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നടപ്പാക്കലിലേക്ക് കടക്കുന്നതായിരിക്കും ഈ പുനഃസംഘടന എന്ന് പറയുന്നത്. കേവലം വ്യക്തികളെ മാറ്റുന്നത് മാത്രമല്ല, സംഘടനാ തലത്തിൽ സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളിലുള്ള ഒരു പുതുക്കി പണി കൂടി കോൺഗ്രസ് നടത്തുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ ഒരു വേദി രൂപീകരിക്കുക എന്നത് മാത്രമല്ല, ആ മുതിർന്ന നേതാക്കളെയൊക്കെ കേരളത്തിലായാലും ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി.എം. സുധീരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ പറയുന്നത് കേൾക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നുണ്ടോ, പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും കേൾക്കുന്നുണ്ടോ, ആ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുമ്പോൾ പൊതുവായി അങ്ങനെയുള്ള പരാതികളെല്ലാം മാറ്റാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു ഫോറം, ആ ഫോറവുമായിട്ടുള്ളൊരു കൂടിയാലോചനകൾ വൺസ് ഇൻ എ വൈൽ നടത്തുക, അങ്ങനെ അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാക്കി മാറ്റുക, അതൊക്കെ ആലോചനയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായ ഒരു മാറ്റം ഉണ്ടാകുക. പക്ഷേ അപ്പോഴും G23 കുറിച്ച് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചല്ലോ. G23 എന്തുകൊണ്ടാണ് രൂപീകരിക്കപ്പെട്ടത്? നേതൃമാറ്റം അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത് കേന്ദ്രീകരിക്കപ്പെടുന്നത് എവിടെയാണ്? ആ ഒരു ലാർജർ ക്വസ്റ്റ്യൻ ഇപ്പോഴും നിൽക്കുകയാണ്. നെഹ്റു കുടുംബം എന്നതിന് പുറത്തേക്ക് ആ ഒരു നേതൃത്വം എന്ന് പറയുന്നത് മാറുന്നില്ല. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെയാണ് വരുന്നത്. അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ ഒരു നേതൃമാറ്റം പൂർണ്ണമായും നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു നേതൃത്വം എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇനിയും പാർട്ടി പോകാനുള്ള സാധ്യത ഞാൻ എന്തായാലും കാണുന്നില്ല. തിരുത്തൽവാദികളുടെ ആശയ സമരം, G23 എന്ന് പറയുന്ന സംവിധാനം ഒരു ആശയ സമരം നടത്തി. ആ ആശയ സമരം പകുതിയെങ്കിലും ഗുണം ചെയ്തു എന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു അക്സെപ്റ്റബിൾ ലീഡറായി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു അക്സെപ്റ്റബിൾ ലീഡറായി നിൽക്കുന്നില്ല. ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ ബ്ലോക്കിൻ്റെ മൊത്തത്തിൽ എന്നുള്ള ഒരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടി ഉടക്കി നിൽക്കുന്ന ഡൽഹിയിൽ നമ്മൾ കാണുകയാണ്. അവിടെ അത് ആ പ്രശ്നം പാച്ചപ്പ് ചെയ്യാൻ, പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ മുന്നണിക്കുള്ളിൽ ചെയ്യേണ്ട ചില വിട്ടുവീഴ്ചകളും ചില മര്യാദകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതും കൂടി പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്തായാലും മാറ്റത്തിന് ഒരുങ്ങി എന്നുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിന് മാറിയാൽ തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ശശി തരൂർ ഈ വിഷയത്തിൽ ഈ പാർലമെൻറ്റ് സ്തംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഇത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബൽഗാം സെഷനിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അടിമുടി മാറ്റമാണോ എന്ന ചോദ്യത്തിൽ നമുക്ക് മാറ്റം വേണം എന്നാണ് 4 പേരുടെയും ആഗ്രഹം. യെസ് എന്ന് തന്നെയാണ് 4 പേരുടെയും അഭിപ്രായം. Meet the editors.